കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി സുരേഷ് ഗോപി ഈ ഒരു വർഷം ചെയ്തത്, അതോടൊപ്പം തന്നെ തൃശ്ശൂരിന് വേണ്ടി മാത്രമായിട്ടുള്ള ചെയ്തത്, അതോടൊപ്പം തന്നെ വ്യക്തിപരമായിട്ട് സുരേഷ് ഗോപി 2020 കാലഘട്ടത്തിൽ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. തൃശ്ശൂരിന് വേണ്ടി ചെയ്തതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന്റെ നവീകരണം എന്നുള്ളത് തന്നെയാണ്. അത് എയർപോർട്ട് മാതൃകയിൽ 93 കോടി രൂപ അതിന് വേണ്ടിയിട്ടായിട്ട് ദീപാവലി സംഭാവന. തൃശ്ശൂരിന് വേണ്ടി സുരേഷ് ഗോപി എന്ത് ചെയ്തു പലരും ചോദിക്കുന്ന കേട്ട് ഗ്രാമപഞ്ചായത്ത് നേരത്തെ സുരേഷ് ഗോപി രാജ്യസഭയായിട്ട് വ്യക്തിപരമായിട്ട് ഞാൻ സുരേഷ് ഗോപി സാറിന്റെ വലിയൊരു നിശ്ചിത കാലയളവിലേക്ക് നൽകാൻ ഗാന്ധി ജയന്തി തുക കൈമാറുകയും ചെയ്തു. എനിക്ക് മാത്രമല്ല കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വല്ലാത്ത പിന്നെ പല പല നെഗറ്റീവുകളും ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ മാധ്യമങ്ങൾ ഇങ്ങനെ സ്ഥിരമായിട്ട് അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് കടന്ന് ചൊറിയുന്നതുകൊണ്ട് അങ്ങനെ ചൊറിഞ്ഞാൽ ഏത് മനുഷ്യനും പ്രതികരിച്ചു അദ്ദേഹം ചെയ്യുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാനുള്ളത് തൃശ്ശൂരിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഒരുപാട് മാധ്യമങ്ങളൊന്നും പുറത്തുവിട്ടില്ല, പക്ഷേ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. അത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എന്നിട്ടും മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ മനസ്സിലാക്കാത്തത് കൊണ്ടാണല്ലോ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം നമ്മളൊക്കെ വ്യക്തിയെ പരിഹസിക്കുന്ന രീതിയിൽ ഈ ഓൺലൈൻ മീഡിയാസിലൊക്കെ കണ്ടു മടുക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ് അപ്പം എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് സുരേഷേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് സുരേഷേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നതിന് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു സന്തോഷത്തോടു കൂടി ആ ചോദ്യത്തിനുള്ള ഒരു മറുപടി എന്റെ വകയായിട്ട് ഒരു വീഡിയോ, എന്റെ വകയല്ലാതെ നേരത്തെ ഇറങ്ങിയതാണ്, എന്നാലും അത് ഞാൻ ഇങ്ങോട്ട് എടുത്ത് തൃശ്ശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും വേനൽക്കാലത്ത് പക്ഷികൾക്കും മറ്റും കുടിക്കാനായിട്ടുള്ള മൺചിരട്ടയും മൺചട്ടികളും